ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെള്ള കളർ വൻപയറാണ്. ഇത് സാധാരണ പയറിനെക്കാട്ടിയും കുറച്ചുകൂടി ടേസ്റ്റുള്ളതാണ്. നമുക്കിത് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ വൻപയർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം കുക്കറിലിട്ട് ഒരു 4 വിസിൽ കേൾപ്പിച്ചെടുക്കാം. 4 വിസിലാകുമ്പോൾ തന്നെ നല്ലപോലെ കുക്കായി കിട്ടും. ഇവിടെ ഞാൻ നല്ലതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്കിട്ട് ഒന്ന് വിസിൽ കേൾപ്പിക്കാം. ഇതിലേക്ക് പകുതി അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പയറെല്ലാം നല്ല രീതിക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 1.25 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എടുക്കുന്ന പയറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി പ്രഷർ ഒന്ന് സെറ്റിലായ ശേഷം ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. പയർ നല്ല കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് മസാലകളൊന്നും ഇതിൽ ചേർക്കേണ്ട. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രം മതി. വേറെ അരപ്പുകളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളെല്ലാം ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുക് ഒന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചത് ഇതിലേക്കിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ വെള്ള വൻപയർ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഉപ്പുമാവ്, പുട്ട് എന്നിവയോടുകൂടിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കേ, താങ്ക് യു.